വെൽക്കം ടു ഡീൽസ് കേരള. ഇറാൻ, US, ഇസ്രയേൽ വാർ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് ആൻഡ് മിഡിൽ ഈസ്റ്റ് ക്രൈസിസ്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധാവസ്ഥ ദിനംപ്രതി കൂടുതൽ സങ്കീർണമാകുകയാണ്. അമേരിക്ക, ഇസ്രയേൽ, ഇറാൻ എന്നീ ശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളെയും സംഘടനകളെയും ഉൾപ്പെടുത്തി ഒരു വലിയ പ്രാദേശിക സംഘർഷമായി മാറുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് പടിഞ്ഞാറൻ ഇറാഖിൽ നടന്ന പുതിയ ഒരു വലിയ സൈനിക അപകടം ശ്രദ്ധ നേടുന്നത്. US സൈനിക വിമാനം തകർന്നു. വ്യാഴാഴ്ച പടിഞ്ഞാറൻ ഇറാഖിൽ ഒരു അമേരിക്കൻ സൈനിക ഇന്ധനം നിറയ്ക്കുന്ന വിമാനം തകർന്നു വീണതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഇത് ഒരു KC-135 എയർ റീഫ്യൂലിംഗ് ടാങ്കർ ആയിരുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. സംഭവത്തിൽ മറ്റൊരു വിമാനവും ഉൾപ്പെട്ടിരുന്നുവെന്ന് അധികൃതർ വ്യക്തമാക്കി. എന്നാൽ ഈ അപകടം ശത്രു ആക്രമണത്താലോ സൗഹൃദ വെടിവയ്പാലോ ഉണ്ടായതല്ല എന്ന് US സൈന്യം അറിയിച്ചു. തകർന്ന വിമാനത്തിൽ 6 അമേരിക്കൻ സൈനികരുണ്ടായിരുന്നു എന്ന് ഒരു US ഉദ്യോഗസ്ഥൻ അറിയിച്ചു. രണ്ടാമത്തെ വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. KC-135 വിമാനങ്ങൾ അമേരിക്കൻ സൈന്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമ ഇന്ധന വിതരണ സംവിധാനങ്ങളിലൊന്നാണ്. 1950-60 കാലഘട്ടത്തിൽ നിർമ്മിച്ച ഈ വിമാനങ്ങൾ ഇന്നും US വ്യോമസേനയുടെ പ്രവർത്തനങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നു. യുദ്ധവിമാനങ്ങൾ ലാൻഡ് ചെയ്യാതെ ദൗത്യങ്ങൾ തുടരാൻ ഇവ സഹായിക്കുന്നു. ഇറാനെതിരായ സൈനിക പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് നിരവധി വിമാനങ്ങൾ വിന്യസിച്ചിരിക്കുകയാണ്. അതിനിടെ സൗഹൃദ വ്യോമ പരിധിക്കുള്ളിലും ഇത്തരം അപകടങ്ങൾ സംഭവിക്കാമെന്ന് ഈ സംഭവം വീണ്ടും തെളിയിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനയുടെ പിൻഗാമിയായി അദ്ദേഹത്തിന്റെ മകൻ മുജ്തബ ഖമൈനയി അധികാരമേറ്റെടുത്ത വാർത്തകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കായി അതിശക്തമായ ഒരു സൈനിക വിഭാഗത്തെ വിന്യസിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇസ്രയേലുമായുള്ള യുദ്ധഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇറാന്റെ ഏറ്റവും കരുത്തുറ്റ സ്പെഷ്യൽ ഫോഴ്സ് യൂണിറ്റായ നോപ്പോ ആണ് മുജ്തബയ്ക്ക് കാവലൊരുക്കുന്നത്. പൂർണ്ണമായും കറുത്ത വസ്ത്രം ധരിച്ചെത്തുന്ന ഇവരെ ബ്ലാക്ക് ക്ലാഡ് കില്ലർ സ്ക്വാഡ് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഇറാനിയൻ പോലീസ് സ്പെഷ്യൽ ഫോഴ്സിന്റെ ഏറ്റവും ഉയർന്ന വിഭാഗമാണ് നോപ്പോ. നിരാവിയെ വിജയ് പാസ്ദാരെ വിലായത്ത് എന്നതിന്റെ ചുരുക്കപ്പേരാണിത്. ഇറാന്റെ പരമോന്നത നേതാവിനോട് മാത്രം നേരിട്ട് വിശ്വസ്തത പുലർത്തുന്ന ഈ സേനാംഗങ്ങൾ അതീവ രഹസ്യമായ പ്രവർത്തനങ്ങൾക്കാണ് നിയോഗിക്കപ്പെടാറുള്ളത്. ബന്ദികളെ മോചിപ്പിക്കൽ, നഗരപ്രദേശങ്ങളിലെ ഗറില്ല യുദ്ധമുറകൾ, വിമാനം റാഞ്ചുന്നത് തടയൽ തുടങ്ങിയ കാര്യങ്ങളിൽ ലോകോത്തര നിലവാരത്തിലുള്ള പരിശീലനമാണ് ഇവർക്കു ലഭിക്കുന്നത്. ഇസ്രയേൽ ഇറാന്റെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെക്കുന്ന പശ്ചാത്തലത്തിൽ മുജ്തബയുടെ ഓരോ ചലനവും ഈ സേനയുടെ നിരീക്ഷണത്തിലാണ്. മുൻപ് ആഭ്യന്തര കലാപങ്ങൾ അടിച്ചുമർത്താൻ ഉപയോഗിച്ചിരുന്ന ഈ പ്രത്യേക സേനയെ ഇപ്പോൾ ഭരണത്തലവന്റെ സംരക്ഷണത്തിനായി മാറ്റിയത് ഇറാന്റെ രാഷ്ട്രീയ സാഹചര്യത്തിലെ വലിയ മാറ്റമായി നിരീക്ഷകർ കണക്കാക്കുന്നു. ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് വീണ്ടും സജീവം. അതേസമയം ഇറാൻ പിന്തുണയുള്ള ഷിയ സായുധ സംഘടനകൾ വീണ്ടും ശക്തമായി രംഗത്തിറങ്ങുകയാണ്. ലബനൻ, ഇറാഖ്, യമൻ എന്നിവിടങ്ങളിലെ സംഘടനകൾ അമേരിക്കയെയും ഇസ്രയേലിനെയും ലക്ഷ്യമിട്ട് ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഇവയെല്ലാം ചേർന്നാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന സഖ്യം. ഗാസ സംഘർഷത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചെങ്കിലും ഈ സഖ്യത്തിന് ഇപ്പോഴും വലിയ ആക്രമണശേഷി ഉണ്ടെന്നാണ് പുതിയ സംഭവങ്ങൾ സൂചിപ്പിക്കുന്നത്. ബുധനാഴ്ച ലെബനനിലെ ഹിസ്ബുള്ളയും ഇറാന്റെ റെവല്യൂഷണറി ഗാർഡും ചേർന്ന് ഇസ്രയേലിനെതിരെ വലിയ ആക്രമണം നടത്തി. ഹിസ്ബുള്ള 200 റോക്കറ്റുകളും 20 ഡ്രോണുകളും വിക്ഷേപിച്ചുവെന്നാണ് ഇസ്രയേൽ സൈന്യം അറിയിച്ചത്. എന്നാൽ ഇതിൽ ഭൂരിഭാഗവും തടഞ്ഞുവെന്നാണ് ഇസ്രയേൽ അവകാശപ്പെടുന്നത്. 2 റോക്കറ്റുകൾ മാത്രമാണ് ഇസ്രയേൽ പ്രദേശത്ത് പതിച്ചത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഇസ്രയേൽ സൈനിക വക്താവ് ലഫ്റ്റനന്റ് കേണൽ നദാവ് ഷൊഷാനി പറഞ്ഞു, ഹിസ്ബുള്ളയെ കഴിഞ്ഞ വർഷങ്ങളിൽ വൻതോതിൽ ദുർബലമാക്കിയെങ്കിലും അവർ ഇപ്പോഴും അപകടകരമായ ശക്തിയാണ്. ഇറാഖിലെ US താവളങ്ങൾ ലക്ഷ്യം. കഴിഞ്ഞ 3-4 ദിവസങ്ങളായി ഇറാഖിലെ US താൽപര്യങ്ങൾക്കെതിരെ ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ വർദ്ധിച്ചതായി ഇറാഖി സുരക്ഷാവൃത്തങ്ങൾ പറയുന്നു. ഇത് ഇറാൻ പിന്തുണയുള്ള ഷിയ മിലീഷ്യകൾ നടത്തിയതാണെന്നാണ് വിലയിരുത്തൽ. ഹൂത്തി സേനയും രംഗത്തിറങ്ങാം. ഇതുവരെ പൂർണ്ണമായും യുദ്ധത്തിൽ പ്രവേശിക്കാത്ത പ്രധാന ശക്തിയാണ് യമനിലെ ഹൂത്തി സേന. എന്നാൽ അദ്ദേഹത്തിന്റെ നേതാവ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി കഴിഞ്ഞ ആഴ്ച മുന്നറിയിപ്പ് നൽകി. ആവശ്യമെങ്കിൽ ആക്രമിക്കാൻ തങ്ങൾ തയ്യാറാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഹൂത്തികൾ ഇതിനകം തന്നെ ഗാസ യുദ്ധസമയത്ത് ചെങ്കടലിലെ കപ്പലുകൾക്കും ഇസ്രയേലിനുമെതിരെ ആക്രമണം നടത്തിയിരുന്നു. അവർ വലിയ തോതിൽ ആയുധങ്ങൾ കൈവശം വെച്ചിരിക്കുന്നതിനാൽ അറേബ്യൻ ഉപദ്വീപിനോട് ചേർന്നുള്ള സമുദ്ര ഗതാഗതം തടസ്സപ്പെടുത്താൻ അവർക്ക് കഴിയുമെന്നാണ് വിലയിരുത്തൽ. ഇറാൻ ഇപ്പോൾ ഏറ്റവും വലിയ ഭീഷണിയായി മുന്നോട്ട് വയ്ക്കുന്നത് ഹോർമുസ് ഇടക്ക് അടയ്ക്കുമെന്ന മുന്നറിയിപ്പാണ്. ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ 20% ഈ ഇടക്കിലൂടെയാണ് കടന്നുപോകുന്നത്.
ഇതടച്ചുപൂട്ടിയാൽ ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ പ്രതിസന്ധിയുണ്ടാകും. ഇതിനകം തന്നെ യുദ്ധം ആരംഭിച്ചതിനു ശേഷം 16 സിവിലിയൻ കപ്പലുകൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. സമുദ്ര സുരക്ഷാ അധികൃതർ പറയുന്നത് ചില ആക്രമണങ്ങളിൽ നൗകിക ഡ്രോണുകൾ ഉപയോഗിച്ചതായാണ്. പുതിയ ഇറാനിയൻ നേതാവിന്റെ കടുത്ത മുന്നറിയിപ്പ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി ഉയർന്ന മുജ്തബ ഖമേനെയി ആദ്യ പ്രസ്താവനയിൽ കടുത്ത മുന്നറിയിപ്പ് നൽകി. അദ്ദേഹം പറഞ്ഞു, ഇറാന്റെ രക്തസാക്ഷികളുടെ രക്തം പ്രതികാരം ചെയ്യും. ഹോർമുസ് ഇടക്ക് അടയ്ക്കുന്നതും തുടരുന്ന പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ ആക്രമണം ആരംഭിച്ചതിനു ശേഷം സ്ഥിതി കൂടുതൽ ഗുരുതരമായി. റിപ്പോർട്ടുകൾ പ്രകാരം ഏകദേശം 2000 പേർ കൊല്ലപ്പെട്ടു. 150ഓളം അമേരിക്കൻ സൈനികർക്ക് പരിക്ക്. ലെബനോണിൽ മാത്രം 700ഓളം മരണങ്ങൾ. അമേരിക്ക ഇതിനകം തന്നെ ഇറാനിലെ 6000 ലക്ഷ്യങ്ങളെ ആക്രമിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. വിവാദ സ്കൂൾ ബോംബാക്രമണം. ഇറാനിലെ ഒരു പെൺകുട്ടികൾ സ്കൂളിന് നേരെയുണ്ടായ ബോംബാക്രമണം വലിയ വിവാദമായി. ഈ ആക്രമണത്തിൽ 150 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടു എന്ന് ഇറാൻ ആരോപിച്ചു. റോയിറ്റേഴ്സ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ആ പ്രദേശത്തെ സൈനിക കേന്ദ്രത്തെ ലക്ഷ്യമിട്ടിരുന്ന ആക്രമണം കാലഹരണപ്പെട്ട ടാർഗറ്റിംഗ് ഡേറ്റ കാരണം സ്കൂളിനെ ബാധിച്ചിരിക്കാമെന്നാണ്. പാരീസിൽ ആസ്ഥാനമുള്ള ഇറാനിയൻ പ്രതിപക്ഷ സംഘടനയായ നാഷണൽ കൗൺസിൽ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഇറാൻ ഒരു പ്രധാന അഭിപ്രായം മുന്നോട്ടുവച്ചു. വായു ആക്രമണങ്ങൾ കൊണ്ട് മാത്രം ഇറാനിലെ ഭരണകൂടം അട്ടിമറിക്കാനാവില്ല. ഒരു ജനകീയ വിപ്ലവം ഉണ്ടാകണമെന്ന് അവരുടെ വിദേശകാര്യമന്ത്രി മുഹമ്മദ് മുഹദ്ദസീൻ പറഞ്ഞു. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ച് യുഎസും പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയും ചൈനയും തമ്മിൽ ഐക്യരാഷ്ട്രസഭയിൽ വാദപ്രതിവാദം ശക്തമായി. അമേരിക്ക ആരോപിക്കുന്നത് റഷ്യയും ചൈനയും ഇറാനെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ്. അതേസമയം റഷ്യയും ചൈനയും പറയുന്നത് ഇറാന്റെ ആണവ പദ്ധതി സംബന്ധിച്ച ഭീഷണി പാശ്ചാത്യ രാജ്യങ്ങൾ അമിതമായി ഉയർത്തിക്കാട്ടുകയാണ് എന്നാണ്. ഈ സംഘർഷം ആഗോള വിപണിയിലും വലിയ സ്വാധീനം ചെലുത്തി. യുദ്ധം ശക്തമാകുമെന്ന ആശങ്കയിൽ എണ്ണവില ബാരലിൻ ഏകദേശം 9% ഉയർന്ന് $100 സ്റ്റോക്ക്ഹോം ഇന്റർനാഷണൽ പീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ട് പ്രകാരം 2025-ൽ ലോകത്തെ ആയുധ ഇറക്കുമതിയുടെ 21% മിഡിൽ ഈസ്റ്റിൽ നിന്നാണ്. 2021 മുതൽ 2025 വരെ ഈ മേഖലയിലേക്ക് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ കയറ്റുമതി ചെയ്തത് അമേരിക്കയാണ്. ഇറാന്റെ ആയുധ ഇറക്കുമതിയുടെ ഭൂരിഭാഗവും റഷ്യയിൽ നിന്നാണ്. ഇതിനിടെ ലെബനോണിൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാകുകയാണ്. ഹിസ്ബുള്ളയുടെ ആക്രമണത്തിന് പിന്നാലെ ബെയ്റൂട്ടിലെ ഗവൺമെന്റ് ആസ്ഥാനത്തിന് സമീപമുള്ള 2 കെട്ടിടങ്ങൾക്ക് നേരെ ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി. ഇസ്രയേൽ പ്രതിരോധ മന്ത്രി പറഞ്ഞു, ലെബനോണിലെ സൈനിക പ്രവർത്തനങ്ങൾ ഹ്രസ്വകാലത്തേക്ക് അവസാനിക്കില്ല. ഇങ്ങനെ നോക്കുമ്പോൾ മിഡിൽ ഈസ്റ്റ് ഇപ്പോൾ പല രാജ്യങ്ങളും സംഘടനകളും ഉൾപ്പെട്ട ഒരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയാണ്. ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ, ഹിസ്ബുള്ള, ഇറാഖി മിലീഷ്യകൾ, ഹൂത്തി സേന എന്നിവയെല്ലാം രംഗത്തിറങ്ങുമ്പോൾ ഈ സംഘർഷം ആഗോള ഊർജ്ജ വിപണി മുതൽ അന്താരാഷ്ട്ര സുരക്ഷ വരെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രതിസന്ധിയായി മാറുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഈ യുദ്ധം എങ്ങോട്ടാണ് നീങ്ങുക എന്നത് ലോകം മുഴുവൻ ഉറ്റുനോക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഡീൽസ് കേരള.